ടേസ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞു എന്നാണ് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയത്. അതിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു പാർട്ടുണ്ട്, അതാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മുടെ ടേസ്റ്റ് എന്നുള്ള ഭാഗം, ടേസ്റ്റ് എന്നുള്ള സെൻസേഷനെ കുറിച്ച് പഠിച്ച് കഴിയുക. ഓക്കെ, ടേസ്റ്റിൽ ഇനി വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ഡിസ്ക്രിമിനേഷൻ ഓഫ് ടേസ്റ്റ് റെസ്പോൺസസ് ആണ്. ത്രെഷോൾഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ഡിസ്ക്രിമിനേഷൻ ഓഫ് ടേസ്റ്റ് റെസ്പോൺസസ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു ടേസ്റ്റ് ത്രെഷോൾഡിൻ്റെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഓരോ സബ്സ്റ്റൻസുകൾ അതിൻ്റെ ടേസ്റ്റ് എന്താണ്, അതിൻ്റെ ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്റർ ആണ്. ഓക്കെ, അതായത് മോൾ പെർ ലിറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 100 ആണ്. 100 ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ ആണ് ഈ 100 എന്ന് പറയുന്നത്. അത് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ പെർ ലിറ്റർ, 100 മോൾ പെർ ലിറ്റർ ആണ് ത്രെഷോൾഡ്, ടേസ്റ്റിൻ്റെ ത്രെഷോൾഡ്, അതിൻ്റെ ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും അങ്ങനെ ഏതൊക്കെയാണ് കോമ്പൗണ്ട്സ് എന്നുള്ളത് നോക്കാം. കോമ്പൗണ്ട്സ് മീൻസ് ഏതൊക്കെയാണ് സബ്സ്റ്റൻസസ് എന്നുള്ളത്. അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന് എന്താണ്, പുളി ടേസ്റ്റാണ്, അറിയാലോ, ആസിഡാണ്. അതിൻ്റെ ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100. ഓക്കെ, 100 മോൾ പെർ ലിറ്റർ. ഇനി രണ്ടാമത്തത് സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മുടെ ഉപ്പ്, അതിൻ്റെ ടേസ്റ്റ് ഉപ്പ് രസമാണ്, സോൾട്ട്. അത് 2000 മോൾ പെർ ലിറ്റർ ആണ്. ഓക്കെ, അതിൻ്റെ ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ 2000 മോൾ പെർ ലിറ്റർ. അടുത്തത് സ്റ്റൈഷീൻ ഹൈഡ്രോക്ലോറൈഡ്. ഈ സ്റ്റൈഷീൻ ഹൈഡ്രോക്ലോറൈഡിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്ററാണ്. ഓക്കെ, ബിറ്റർ. അതിന് 1.5 മോൾ പെർ ലിറ്റർ ആണ് ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ. അടുത്തത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന് സ്വീറ്റ് ടേസ്റ്റാണ്, അറിയാലോ. അതിന് ഒരു 80,000 മോൾ പെർ ലിറ്റർ ആണ് ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ വരുന്നത്. പിന്നെ സൂക്രോസ് വരുന്നുണ്ട്. സൂക്രോസ് സ്വീറ്റ് തന്നെയാണ്, അത് 10,000 മോൾ പെർ ലിറ്റർ. അതായത് ഗ്ലൂക്കോസിനാണ് സൂക്രോസിനേക്കാളും എന്തുള്ളത്, ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ കൂടുതൽ. ഓക്കെ, അടുത്തത് സക്കാറിനും സ്വീറ്റ് തന്നെയാണ്, അത് വെറും 23 മോൾ പെർ ലിറ്റർ മതി. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കോളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി ഹ്യൂമൻ ടേസ്റ്റ് സെൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി സെൻസിറ്റീവ് ടു ലോ കോൺസെൻട്രേഷൻ, അതായത് കുറഞ്ഞ കോൺസെൻട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനോടാണ് ഈ ഒരു ടേസ്റ്റ് സെൻസേഷൻ കൂടുതൽ സെൻസിറ്റീവ് ആവുന്നത്. ഓക്കെ, ഹ്യൂമൻ ടേസ്റ്റ് സെൻസേഷൻ ഈസ് വെരി സെൻസിറ്റീവ് ടു ലോ കോൺസെൻട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ടേസ്റ്റ് സെൻസേഷൻ ഹൈ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഫിഗർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഈ ഒരു ഫിഗർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിറ്റക്ഷൻ ത്രെഷോൾഡ്, ദ ഫിഗർ കമ്പയർസ് ഡിറ്റക്ഷൻ ത്രെഷോൾഡ് കോൺസെൻട്രേഷൻസ് ഫോർ സെവറൽ സബ്സ്റ്റൻസ്. നമ്മൾ പറഞ്ഞു ഇതിലെ ഓരോന്നിൻ്റെയും ത്രെഷോൾഡ് കോൺസെൻട്രേഷൻസിൻ്റെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ട ത്രെഷോൾഡ് കോൺസെൻട്രേഷനെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. എന്തിന്, ഡിറ്റക്റ്റ് ചെയ്യാൻ, ഒരു ടേസ്റ്റ്, ആ ഒരു സെൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യേണ്ട ആ ഒരു ത്രെഷോൾഡ് കോൺസെൻട്രേഷനാണ് പലതിൻ്റെയും. ചിലതിന് കൂടുതലാണ്, ചിലതിന് കുറവാണ്, നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ടേസ്റ്റ് സെൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ കോൺസെൻട്രേഷൻ ആണെന്നുണ്ടെങ്കിലാണ് കൂടുതൽ സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൽ ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള സക്കാറിൻ ആൻഡ് സ്റ്റൈഷീൻ, ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ നോക്കിയാൽ ഏറ്റവും കുറവുള്ളത് സ്റ്റൈഷീൻ ഹൈഡ്രോക്ലോറൈഡിന് 1.5 മോൾ പെർ ലിറ്ററും സക്കാറിന് 23 മോൾ പെർ ലിറ്ററുമാണ്. ഈ ഒരു കോൺസെൻട്രേഷനിലാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും കൂടുതൽ ഗുഡ് എബിലിറ്റി ടു ഡിറ്റക്റ്റ്, അവർക്ക് ആ ഒരു ടേസ്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഈ ഒരു കോൺസെൻട്രേഷൻ
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറഞ്ഞ അളവാണ് ഈ ഒരു ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കുറച്ച് അളവ്, അത്രയും കുറച്ച് അളവ് മതി എന്നുള്ളതാണ്. അതിൻ്റെ ഈ ഒരു ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് സെൻസിറ്റിവിറ്റി, ഗുഡ് സെൻസിറ്റിവിറ്റി ആയിരിക്കും. അതേപോലെ എബിലിറ്റി ടു ഡിറ്റക്റ്റും കൂടും. നമുക്ക് അതിനുള്ള എബിലിറ്റി, ഒരു ടേസ്റ്റിനെ സെൻസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയും കൂടും. ഓക്കെ, അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് ഒരു ഹ്യൂമൻ ടേസ്റ്റ് ഡിസ്ക്രിമിനേഷൻ്റെ ത്രെഷോൾഡ് ഡിറ്റക്ഷൻ ത്രെഷോൾഡിനേക്കാളും ഹയർ ആയിരിക്കും. മനസ്സിലായ? അതായത് ഒരു പെർട്ടിക്കുലർ ടേസ്റ്റ് ഒരു ടേസ്റ്റിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ട ത്രെഷോൾഡ് പല ഡിഫറെൻറ്റ് ടേസ്റ്റുകളെയും പരസ്പരം എന്ത് ചെയ്യാണ്, നമ്മൾ അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ത്രെഷോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു ഡിറ്റക്ഷൻ ത്രെഷോൾഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓരോന്നിനും ഓരോ ഡിറ്റക്ഷൻ ത്രെഷോൾഡ് ആണെന്ന് പറഞ്ഞു, അതിനേക്കാളും കൂടുതൽ ത്രെഷോൾഡ് വേണ്ടി വരും. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയാൻ കഴിയില്ല. രണ്ടോ മൂന്നോ എത്ര സെൻസേഷൻസ് ആണെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയാൻ കഴിയില്ല. അതിന് വേണ്ട ഡിറ്റക്ഷൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ഡിറ്റക്ഷൻ ത്രെഷോൾഡ് കൂടുതലായിരിക്കും എന്നാണ്, ഇതിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, പിന്നെ എന്നാലും ചില ആളുകളെ എന്ത് ചെയ്യും, ബാക്കിയുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ അവരെക്കാട്ടിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ചില ആളുകൾക്ക് പെട്ടെന്ന് ടേസ്റ്റിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയാൻ കഴിയും. നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കും. ഓരോ ടേസ്റ്റുകളും നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ ചില ആളുകൾക്ക് കഴിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ആ ഒരു കോൺസെൻട്രേഷൻ കൊണ്ടല്ല, പക്ഷേ അവർക്ക് ഓരോ ആളുകളിലും ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണാറുണ്ട്. പിന്നെ ശരിക്കൊരു ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് ഒരു ഉപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സാൾട്ടിനെസ്, ഡിഫറെൻറ്റ് സാൾട്ടുള്ള സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ പരസ്പരം ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ട ഏറ്റവും ചെറിയ അളവാണ് നമ്മൾ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ ഒരു ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് ഉണ്ടാക്കാൻ ഒരു 30% കോൺസെൻട്രേഷനെങ്കിലും ചേഞ്ച് വേണം. ഇതിന് ഓൾറെഡി ഉള്ള ആ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കോൺസെൻട്രേഷൻ അതിനേക്കാളും ഒരു അപ്രോക്സിമേറ്റ് 30% ചേഞ്ച് വേണം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഈ ഒരു റിസൾട്ട് ഒരു കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഫോം ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു പെരിഫറൽ ആൻഡ് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ്, പെരിഫറൽ ഭാഗത്തും പിന്നെ അതേപോലെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഉണ്ടല്ലോ ടേസ്റ്റിൻ്റെ, ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസിൻ്റെയും കൂടെ ഒരു കൺവേർജൻസ് ആണ്, കൂടിച്ചേരലാണ്. അപ്പോൾ ഹയർ ഓർഡർ ന്യൂറോൺസിന് മുകളിൽ ഈ രണ്ട് ന്യൂറോൺസിൻ്റെയും കൂടെ കൺവേർജൻസ് ആണ് ഈ ഒരു റിസൾട്ട് കാണിക്കുന്നത്, ഈ ഒരു റിസൾട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ഇതെന്ന് പറയുന്നത്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് EPSP, അതായത് എക്സൈറ്റേറ്ററി പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇങ്ങനെ പറയാം, എക്സൈറ്റേറ്ററി നമ്മുടെ സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ ആണ് ESPS വരുന്നത്. അവിടെ അതിൻ്റെ സമ്മേഷനാണ്. അതേപോലെ ഇത് നമ്മുടെ ഈ ഒരു നമ്മുടെ സാൾട്ട്നെസ്സും ഈ ഒരു രണ്ടിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതൊക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവേർജൻസ് ആണെന്ന് പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ടേസ്റ്റ് ഡിസ്ക്രിമിനേഷനുള്ള ഓപ്പർച്യൂണിറ്റിയെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒന്നുമില്ല, ഇതിപ്പോൾ അത്ര സീരിയസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ത്രെഷോൾഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ഡിസ്ക്രിമിനേഷൻ ആണല്ലോ, അതിൽ ഓരോന്നിൻ്റെ ആ ഒരു അളവാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോന്നും എത്രമാത്രം എടുക്കണം എന്നുള്ളത് അത് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അളവ് എടുത്തു കഴിഞ്ഞാലേ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ
ത്രഷോൾഡ് കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ചാണ് നമുക്ക് ഡിറ്റക്ഷനുള്ള എബിലിറ്റി കൂടുക എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റൈഷീൻ ഹൈഡ്രോക്ലോറൈഡിനും സക്കാറിനും കൂടുതൽ എന്താ പറയുക, നമുക്ക് കുറച്ച് അളവെടുത്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു സംഭവം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഭാഗം നിങ്ങൾ ഒഴിവാക്കി വിട്ടാലും ബാക്കി ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മര്യാദക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ചെറിയ ചോദ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ കോളൊക്കെ ഒന്ന് പഠിച്ച് വലിയ പണിയൊന്നുമില്ല. ഓരോന്നിൻ്റെ അളവ് പഠിക്കാനും ഈ ഒരു പോയിൻ്റ് പഠിക്കാനും ഉള്ളൂ സത്യം പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. പിന്നെ ഒരു 30% ചേഞ്ച് വേണം, ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, പിന്നെ ഡിസ്ക്രിമിനേഷൻ ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് ടേസ്റ്റുകൾ പരസ്പരം ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ത്രഷോൾഡ് കോൺസെൻട്രേഷനെക്കാട്ടിനും ഹൈ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.